പോയി ഒരുത്തിയായി, ഒരുത്തിയിൽ ഇരുവരായി, ഇരുവരിൽ കരുത്തനായി, കരുത്തന്റെ ബന്ധുവിന്റെ ശത്രുവിന്റെ ഇല്ലം ചുട്ട് കരിച്ചവന്റെ അച്ഛനെയും കാത്തിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഒരുത്തൻ പോയി ഒരുത്തിയായി, ഒരുത്തിയിൽ ഇരുവരായി, ഇരുവരിൽ കരുത്തനായി, കരുത്തവന്റെ ബന്ധുവിന്റെ ശത്രുവിന്റെ അച്ഛനെയും കാത്തിട്ട് ഇരിക്കുകയാണ് ഇവിടെ എന്ന് പറഞ്ഞു. ഇതെന്താ ഭാഗം സാധാരണ കൺഫ്യൂഷനായിട്ട്. അപ്പൊ എന്താ കഥ വെച്ചാൽ ഇതൊക്കെ ഓരോ കഥയാണ്. അത് മനസ്സിലായാലേ ഇതെന്താ സംഭവം മനസ്സിലാവുള്ളൂ. ഒരുത്തം പോയിട്ട് ഒരുത്തിയായി എന്ന് പറഞ്ഞാൽ അതൊരു കഥയാണ്. എന്താ വെച്ചാൽ ഒരു പണ്ട് ദേവേന്ദ്രൻ അയാളുടെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചു, ഒരു സദസ്സങ്ങനെ. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ ദേവലോകത്ത് സ്ത്രീകൾക്ക് മാത്രമേ അതിന് പ്രവേശനമുള്ളൂ. ലോകത്തിലുള്ള എല്ലാ സുന്ദരിയായ സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് അദ്ദേഹം ഇങ്ങനെ കണ്ട് ഇങ്ങനെ അങ്ങനെ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ വെച്ചു. അപ്പോൾ ഈ വിവരം എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രവേശനം ഇല്ല. അപ്പോൾ ഈ സൂര്യൻ്റെ സാരഥി ഡ്രൈവർ അങ്ങോര് അരുണൻ എന്ന പേര്, അതാണ് നമ്മൾ അരുണ എന്നൊക്കെ പറയില്ലേ. ആദ്യം അരുണനെ കാണാം, അരുണൊക്കെ പറയില്ലേ ആദ്യം. അപ്പം അയാൾ അന്ന് സൂര്യോദയം ഉണ്ടായില്ല ഒരു ദിവസം. അത് വേറെ കഥയുണ്ട്, ശീലാവതിയുടെ ശാപമാണ്. ഇന്ന് സൂര്യൻ നിൽക്കാണ്ട് പോട്ടെ, ഭർത്താവിൻ്റെ ആപത്ത് വരും എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ആ സൂര്യൻ അവർ ആധിപത്യത്തിൻ്റെ ശക്തി കൊണ്ട് അത് അവിടെ നിന്നു. അപ്പം അന്ന് ഇയാൾക്ക് ഒഴിവാണ്. അപ്പം ഇയാൾ ഇത് വെച്ചാൽ ഇയാൾക്ക് ഈ ദേവലോകത്തെ ഈ വ്യക്തി കാണണമെന്ന് വളരെ മോഹം. അങ്ങനെ ഇയാൾ ആ ദേവലോകത്തേക്ക് പോകും. അപ്പം എന്താ വെച്ചാൽ പ്രവേശനമില്ല, പുരുഷന്മാർക്ക് പ്രവേശനമില്ല. എന്താ വേണ്ട ഇയാൾക്കാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കടന്ന് ഉക്കടായിട്ടുള്ള ഭയങ്കര ഇത് എങ്ങനെയെങ്കിലും കാണണം അത് എന്നൊരു മോഹം. അങ്ങനെ ഇയാൾ ഒരു സ്ത്രീയുടെ വേഷം കെട്ടി, ഒരു സ്ത്രീ വേഷം കെട്ടി സാഹസാണ് എന്നൊക്കെ അവിടെ ചെന്നു. അവിടെ എങ്ങനെയോ കടന്നുകൂടിയാൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒക്കെ സ്ത്രീകളാണ് ഇവർ. അത് കണ്ടു. അവിടെ ദേവേന്ദ്രൻ ഓരോരുത്തരെ ഇങ്ങനെ ശ്രദ്ധിച്ച് വന്നു. അതിൽ ഏറ്റവും സൗന്ദര്യമായിട്ടുള്ള സ്ത്രീ നോക്കുമ്പോൾ ഇയാളാണ് ദേവേന്ദ്രൻ്റെ മുമ്പിൽ. ദേവേന്ദ്രൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ പൂക്കളം പറയും, ഇനി അവിടെ നിൽക്കുന്നു പറഞ്ഞു. അവിടെ നിന്നു. എന്നിട്ട് അതിൽ ദേവേന്ദ്രൻ ഇയാളെ പ്രാപിച്ച് അതിലുണ്ടായ പുത്രനാണ് ബാലി. ബാലിയില്ലേ, ബാലി അതിലുണ്ടായതാണ്. ദേവേന്ദ്രൻ്റെ മകനാണ്. ഇത് കഴിഞ്ഞു, അന്നത്തെ കഴിഞ്ഞു. രാവിലെ പിറ്റേ ദിവസം രാവിലെ ഇയാൾക്ക് ഡ്യൂട്ടിയുണ്ട്. ഒരുത്തൻ പോയിട്ട് ഒരുത്തിയായി. ഇയാൾ ഒരുത്തം പോയിട്ട് ഒരുത്തിയായി. അരുണ എന്നുള്ളത് ഒരു സ്ത്രീയായി. എന്നിട്ട് ഇയാൾ പിറ്റേ ദിവസം അവിടെ നിന്നൊക്കെ പോകുന്നു. അവിടെ ദേവലോകത്ത് അങ്ങനത്തെ ഒരു ദിവസമൊക്കെ ഉണ്ടോ ഈ ഗർഭന്ധരിയും പ്രസവിക്കും ഒക്കെ ഒന്നിച്ച് കഴിയും. അങ്ങനെയാണ് അവരുടെ. ഇയാൾ സൂര്യൻ്റെ അടുത്ത് രാവിലെ തേരുമായിട്ട് അവിടെ ചെന്ന് നിൽക്കണ്ടേ. സൂര്യൻ കൂടെ ഇറങ്ങുമ്പോൾ റെഡി ആയിട്ട് നിൽക്കാറുണ്ട്. അങ്ങനെ സൂര്യൻ കൂടെ ഇറങ്ങി വെക്കുമ്പോൾ ഇയാൾ തേരുണ്ട്, ആളില്ല. ഇന്നലെ തീരെ അവിടെ കൊണ്ട് നിർത്തി പോയതാണല്ലോ. അപ്പോഴേക്കും താൻ എവിടെ പോയി, അപ്പോഴേക്കും ഇതാ പൊടിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തോന്നുന്നു. അങ്ങനെയല്ല പതിവ്, താൻ ഇവിടെ ഉണ്ടാവാറുണ്ടല്ലോ. എന്നിട്ട് ഇല്ല ഞങ്ങൾ അങ്ങനെയല്ലേ പതിവ്, താൻ എന്താ ഇത്ര മാന്തം എന്താ പറ്റി പറയാം. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല എന്നാലും എന്തുണ്ട് താൻ പറയും, കാര്യം പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നലെ അബദ്ധം പറ്റി. ഇന്നലെ താൻ എന്താ എവിടെയായിരുന്നു, എന്താ ദേവലോകത്ത് പോയി, ഇങ്ങനെ പ്രശ്നം അവിടെ കാണണമെന്ന് പറഞ്ഞവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായി, അവിടെ സ്ത്രീകൾ ഒരു സ്ത്രീയുടെ വേഷം കെട്ടേണ്ടി വരുന്നു. അതിലിങ്ങനെ ഒരു അബദ്ധം പറ്റി. അങ്ങനെ എന്നാൽ തൻ്റെ സ്ത്രീവേഷം എനിക്കൊന്ന് കാണണമല്ലോ സൂര്യൻ. എന്താ ചെയ്യുക നോക്കിയില്ല തൻ്റെ ഡ്രൈവറിൽ. അങ്ങനെ ഇയാൾ ഒരു വേഷം കെട്ടി. ആ സൂര്യൻ്റെ ഇയാൾക്കുണ്ടായ മകനാണ് സുഗ്രീവൻ. രണ്ടുപേരായി. അങ്ങനെ രണ്ടുപേര് കരുത്തന്മാരായി. അതിൽ രണ്ട് കരുത്തന്മാരായി. അങ്ങനെ ആ സുഗ്രീവൻ ബാലിയും സുഗ്രീവനും ഒരേപോലെ ഇങ്ങനെ വളർന്നു വന്നു. പിന്നെ അവരൊരു തെറ്റിദ്ധാരണ പോലുള്ള ശത്രുക്കളായി. അതിൽ ശ്രീരാമസ്വാമി സുഗ്രീവനെ സഹായിച്ചു. സുഗ്രീവൻ അവരെ സൈനിച്ചു. അങ്ങനെ ഈ ബാലിനെ വധിച്ചു. അതിന് സുഗ്രീവൻ രാജാവായി കിഷ്കിന്ധയിൽ. അപ്പോൾ സുഗ്രീവൻ കരുത്തനായാലായി. സംഗതി ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണെങ്കിൽ സഹായം കൊണ്ടാണെങ്കിലും സുഗ്രീവനായി. അങ്ങനെ അവർ അത് കഴിഞ്ഞു. അവിടെ ചെന്നു ഈ വാനര സൈന്യങ്ങളൊക്കെ കൂടി പാലം കെട്ടി ലങ്കയിൽ ചെന്നു. അവിടെ ചെന്നു. അങ്ങനെ ലങ്ക. അപ്പോൾ ഹനുമാൻ ആദ്യം പോയി അവിടെ ചെന്ന് ലങ്കയിൽ ചാടി. അവിടെ ചെന്ന്
അവിടെയൊക്കെ സീതയെ കണ്ടു, ഇതൊക്കെ കൊടുത്തു, പിന്നെ ലങ്കാദഹനം ഒക്കെ ചെയ്തു. അതും കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഇവരൊക്കെ പറഞ്ഞു. പിന്നീട് ഇവർ വാനസൈന്യങ്ങൾ പോയി. അതൊക്കെ കഥ രാമായണങ്ങളാണ്. അപ്പൊ ഈ രണ്ട് പേര് ഇതാണ് ഇത് സംഭവം. അപ്പൊ ഈ കഥ ഇത് അറിയണം. ഇത് അറിഞ്ഞാലിപ്പോ ഇതാണ് മൊഴി പറയുന്നത്. ഇതാണ് ഇയാൾ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇയാൾ പറഞ്ഞെന്താ വെച്ചാൽ ഒരുത്തൻ പോയി ഒരുത്തിയായി, ഒരുത്തിയിൽ ഇരുവരായി. ബാലി സുഗ്രീവൻ ഇരുവരിൽ കരുത്തനായി. സുഗ്രീവൻ കരുത്തനായി. കരുത്തവന്റെ ബന്ധു ശ്രീരാമൻ, ബന്ധുവിന്റെ ശത്രു രാവണൻ, രാവണന്റെ ഇല്ലം ചുട്ട് കരിച്ചവൻ ഹനുമാൻ, ഹനുമാന്റെ അച്ഛൻ വായുപുത്രനാണല്ലോ. ആ വായുവിന് അച്ഛനെയും കാത്തിരിക്കുകയാണ്. അപ്പൊ കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ ഇത് ഈ ഞാനല്ലേ ഇതൊക്കെ എന്താ സംഭവം അറിയുന്നത്.